നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. ആഹ്ലാദം ഒഴുകിയിറങ്ങുന്ന, സ്നേഹം പങ്കുവയ്ക്കപ്പെടുന്ന ജീസസ് കിഡ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. തിരുത്തലുകളുടെ പാതയിലൂടെയാണ് നാം എപ്പോഴും നന്മയിൽ എത്തിച്ചേരുന്നത്. കാട്ടിലെ പാതയിലൂടെ നമുക്ക് പോവാം. കാട്ടിലെ കൂട്ടുകാർ. ഇത്രയും ദൂരം നടന്നു മടുത്തു. അതെ അതെ അതെ, എങ്ങനെ മടുക്കാതിരിക്കും? ഏഴിമലക്കാട്ടിൽ എത്തണമെങ്കിൽ എത്ര ദൂരമുണ്ട്. ഇനി അല്പം ഇരുന്നിട്ട് പോവാം. അല്ല, നേരം വൈകോ? മോട്ട് മടുത്തില്ലേ? പീലി, നമുക്ക് പിരിന്നാലോ? അപ്പൊ മോട്ട് മാത്രല്ല, കപിലും മടുത്തു. ഇതിന് എന്തെങ്കിലും പരിഹാരം കണ്ടെത്തിയേ മതിയാവും. എത്ര കാലമായി പറയുന്നു നമുക്കിവിടെ ഡാൻസ് ക്ലാസ് തുടങ്ങാന്ന്. പറഞ്ഞിട്ടെന്താ, പഠിപ്പിക്കാൻ ആള് വരണ്ടേ? അതാ പ്രശ്നം. നല്ല കഴിവും പ്രാപ്തിയുള്ള ആള് വേണം. പണ്ട് സംഗീതം പഠിപ്പിക്കാൻ വന്ന കോവർ ചേട്ടൻ പോലെ ആയാലോ? സാ പഠിപ്പിക്കേണ്ടടുത്ത് ഗാ പഠിപ്പിക്കും, ഗാ പഠിപ്പിക്കേണ്ടടുത്ത് സായും. ഒന്നും അറിയാതെ എവിടുന്നോ കുറ്റിയും പറിച്ച് വന്നതായിരുന്നു. നമുക്ക് വമ്പൻ സാറിനെ കണ്ട് കാര്യം പറയാം. സാറൊരു പരിഹാരം കണ്ടെത്തും. അത് നേരാ. സാറിന് പരിചയമുള്ള ആരെങ്കിലും കാണും. എന്തായാലും വമ്പൻ സാറിന് ഇപ്പൊ തന്നെ കാണാൻ പോകാം. ഇന്ന് തന്നെ വേണോ? ഞാൻ ക്ഷീണിച്ചു. ഇന്ന് കുറച്ചുകൂടി ക്ഷീണിച്ചാ ഇനി ക്ഷീണിക്കാതെ ഡാൻസ് ക്ലാസ്സിൽ പോയിക്കൂടെ? മനസ്സിലായില്ല. എന്റെ മോട്ടു, വമ്പൻ സാറ് നമ്മുടെ കാര്യത്തിന് പരിഹാരം കാണുമെന്ന്. ഓ, അങ്ങനെ. നടക്ക്. അല്ല, ഈ ചായ എടുക്കാൻ പോയ മോട്ടുവിനെ കാണുന്നില്ലല്ലോ. ഇപ്പൊ വരുമെന്നേ. ഗ്യാസ് തീർന്നത് കൊണ്ട് വിറകടുപ്പിൽ വേണം ഉണ്ടാക്കാൻ. സമയമെടുക്കുമെന്നേ. വന്നല്ലോ. ചായ. ചായ വന്നല്ലോ. സാറേ, താങ്ക് യു. എന്തായാലും ചായ ഉണ്ടാക്കാൻ ശരിക്കും ബുദ്ധിമുട്ടിയല്ലേ മോട്ടു? സാറേ, അതിന് ഈ മോട്ടുവിന്റെ വീട്ടില് ഗ്യാസ് ഒന്നും ഇല്ലല്ലോ. അതെ സാറേ, ചായ എടുക്കാൻ ഗ്യാസ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചില ആളുകൾക്ക് വിറക് കത്തിക്കാനും അടുപ്പിൽ ഊതാനും ഒന്നും സമയമില്ല, മടിയുമാ. അതുകൊണ്ട് പറഞ്ഞതാ. ഇതൊക്കെ എനിക്ക് ശീലമാ സാറേ. മോട്ടു ഇരിക്കി, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡാൻസ് ക്ലാസ് എടുക്കുന്ന ഒരാളെ വേണം. അത്രയല്ലേ ഉള്ളൂ? അതെ സാറേ, ഞങ്ങൾ നടന്ന് മടുത്തു. ചീനിമലയിൽ ഒരു ഡാൻസ് മാഷുണ്ട്. മാഷിന്റെ ശിഷ്യൻ മിടുമിടുക്കനാന്നാ കേട്ടത്. ഈ ശിഷ്യൻ എന്നൊക്കെ പറയുമ്പോ, ശിഷ്യനെന്ന് പറഞ്ഞ സർവ്വതം തികഞ്ഞ ആളായിരിക്കും. നിങ്ങൾ വിഷമിക്കാതെ. അതായാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല സാറേ. നന്നായിട്ട് പഠിപ്പിക്കണം. അതൊക്കെ ഞാൻ പറഞ്ഞ് ഏർപ്പാടാക്കി തരാം. മാഷിന്റെ നമ്പർ ഡയറിയിൽ എവിടെയോ കുറിച്ചു വെച്ചിട്ടുണ്ട്. അത് തപ്പിയെടുത്ത് വിളിക്കണം. മാഷെ തന്നെ നമുക്ക് കിട്ടുമോ സാറേ? സാധ്യത കുറവാ. മാഷിന്റെ പ്രായമായി, നടക്കാനൊക്കെ ബുദ്ധിമുട്ടാ. ശിഷ്യനായാലും മതി സാറേ. നിങ്ങൾ പേടിക്കാതെ, എല്ലാ ഏർപ്പാടുകളും ഞാൻ ഉണ്ടാക്കാം. എന്താ പോരെ? മതി സാറേ. എങ്കിൽ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. എന്താ? ശരി, പോട്ടെ സാറേ.
നിങ്ങളപ്പോ ഞാൻ വിവരം അറിയിക്കാം കേട്ടോ. എന്നാ പിന്നെ താങ്ക് യു ഞങ്ങൾ സാർ. ഇറങ്ങുവാ. ഉം. അല്ല, നമ്മുടെ ഡാൻസ് മാഷ് വരുന്ന വിവരം എല്ലാരെയും അറിയിക്കണ്ടേ? വേണം വേണം. അതെ, സാറിന് ഇങ്ങോട്ട് വരാൻ വഴി അറിയാത്തതാ. മാത്രല്ല നമുക്ക് അറിയാൻ പറ്റിയില്ലല്ലോ. എന്താ ഒരു ഗൂഢാലോചന? ആ, ഗൂഢാലോചന ഒന്നുമല്ല, ഞങ്ങളുടെ സാറ് വരുന്നുണ്ട്. സാറോ? അതേന്ന് ഡാൻസ് മാഷ്. ഇവിടെയോ? അതേന്ന് ചീനമലയിൽ നിന്ന് ഒരു സാറ്. സാറിന് ഡാൻസ് പഠിപ്പിക്കുന്നതിന് കാശ് കൊടുക്കണ്ടേ? ആ പിന്നെ വേണം. ഞങ്ങള് എഴിമലക്കാട്ടി പഠിക്കുമ്പോഴും പണം കൊടുത്തതല്ലേ. അല്ല, എന്താ ആലോചിക്കുന്നേ? ഏയ്, ഞാനും വന്നാലോന്നൊരു ആലോചന. അല്ല, ചേട്ടന് ഡാൻസ് പഠിക്കേണ്ട പ്രായമൊക്കെ ഓ, കഴിഞ്ഞില്ലേ? പിന്നെ പ്രായമൊന്നും ഒരു പ്രശ്നമില്ലെന്നേ. ഞാൻ വേണമെങ്കിൽ പഠിക്കട്ടെ. കൊള്ളാം. അല്ല, നിങ്ങൾക്ക് ഈ മാഷിനെ മുമ്പ് കണ്ടുപരിചയണ്ടാ? ഞങ്ങൾക്ക് പോയിട്ട് മാഷിനെ ഏർപ്പാടാക്കിയ വമ്പൻ സാറിന് പോലും പറ്റിയില്ല. ഓഹോ, ദേ ഞാൻ ഇപ്പൊ വരാട്ടാ. അല്ല, ഈ ചേട്ടന് എന്ത് പറ്റി? ചെലപ്പോ ഡാൻസ് പഠിക്കാനുള്ള മോഹം കൊണ്ട് സമനില തെറ്റിയതായിരിക്കും. എന്തായാലും മാഷിനെ കൂട്ടിക്കൊണ്ട് വരുന്നത് വരെ ഒരു സമാധാനം. ശരിയാ, മാഷ് ഏത് ടൈപ്പ് സ്വഭാവാന്ന് ആർക്കറിയാം. ടെൻഷൻ അടിക്കാതെ മാഷ് ഇങ്ങോട്ടൊന്ന് എത്തിക്കോട്ടെ. ശരിയാ, അപ്പൊ അറിയാലോ. ഛേ. ഗംഭീർ പറഞ്ഞതൊക്കെ കൊള്ളാം. പക്ഷേ മാഷിന്റെ രൂപത്തിലുള്ള ആളെ നമുക്ക് എവിടെ നിന്ന് കിട്ടും? അതൊക്കെ നമുക്ക് റെഡിയാക്കാമെന്നേ. അത് പോട്ടെ, ഡാൻസ് അറിയണ്ടേ? ഡാൻസ് ഒക്കെ നമുക്ക് പഠിച്ചാ പോരെ? വിഡ്ഢിത്തം പറയരുത് ഗംഭീർ. ദേ, പണം ഉണ്ടാക്കണമെങ്കിൽ മതിട്ടാ. പണം ഉണ്ടാക്കണം, ശരി തന്നെ. പക്ഷെ അറിയാത്ത ജോലി. ഓ, ഇത്രയും കാലം അറിയണ ജോലി ചെയ്തിട്ടുള്ള പണം ഉണ്ടാക്കിയത്. എന്നാലും ഒരെന്നാലും ഇല്ല. മാഷ് ആദ്യം നമ്മൾ കാണുന്നു, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാവുന്നേ. എങ്കിൽ ഞാൻ പോകട്ടെ. എങ്ങോട്ട്? എവിടെയെങ്കിലും പോയി കുറച്ച് ഡാൻസ് പഠിക്കട്ടെ. ഓ, അങ്ങനെ. ഹോ, ഈ ഡാൻസ് പഠിപ്പിക്കാൻ വന്ന മാഷിനെ അന്വേഷിച്ച് നടന്നു തുടങ്ങിയിട്ട് കാലിന്റെ ഇടപാട് തീർന്നു. ഡാൻസ് പഠിക്കാനായിട്ട് വന്നോളൂ മക്കൾ, ഓരോരുത്തരും ഡാൻസ് പഠിക്കാനായിട്ട് വന്നോളൂ. തോം 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 തന്നിക്കുന്ന തന്നിക്കുന്ന തോം തോം തോം. ഈ പപ്പീസിന് ഇതെന്തപ്പോ പറ്റിയത്? ചെലപ്പോ എവിടെയെങ്കിലും പോയി ഡാൻസ് പഠിച്ച് പൊട്ട ഇതാവൂലേ? ഏയ് പപ്പീസേ, പപ്പീസേ. ചേട്ടാ, ഈ വമ്പൻ സാറിന്റെ വീട് എവിടെയാ? പപ്പീസേ, നിനക്ക് വമ്പൻ സാറിന്റെ വീട് അറിയില്ല? എന്തൊട്ട് സാധനം ഇത്? ഞാൻ പപ്പീസ് അല്ല, ഞാൻ ഡാൻസ് മാസ്റ്റർ ടിപ്പൂസാ. ടിപ്പൂസാ? വട്ടൂസ്? വട്ട് തന്നെ, മുഴുവട്ട്. മനുഷ്യനെ കളിയാക്കുന്ന ചിരി കണ്ടില്ലേ? ഞാന് ചീനിമാലക്കാട്ടിന്ന് വരിക. ഡാൻസ് മാഷ്? ശരിക്കും ഡാൻസ് മാഷ്? അയ്യോ, എന്തോ ഒരു സംശയം. ഞാൻ കാണിച്ചു തരാട്ടാ വഴി. ഒരു മിനിറ്റ് കേട്ടോ. ഹലോ ഹലോ, ഓക്കെ, ഞാനാ. എന്റെ കയ്യിലെ മാഷ് വന്ന് പെട്ടത്. പപ്പീസിന്റെ ഫോട്ടോ സ്റ്റേറ്റ് പതിപ്പ്. സംഗതി എളുപ്പാണെന്നേ. അതെ, ഓ, എത്രയും പെട്ടെന്ന് അടഞ്ഞു കിടക്കണ ആ ബംഗ്ലാവിന്റെ അടുത്ത് എത്തിക്കോ. ഓക്കെ പപ്പീസേ, ബാക്കി കാര്യങ്ങൾ നമുക്ക് നേരിട്ട് പറയാം. അതെ, വമ്പൻ സാറിനെ വിളിച്ചതാ. സാറ് പറഞ്ഞു കൂട്ടിക്കൊണ്ട് ചെല്ലാൻ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. ഓ, എങ്കിൽ വരൂ, നമുക്ക് പോകാവുന്നേ. വാ. എന്ത് ഇത് സാധനം, കയ്യിന്ന് വിട്. ഈശ്വര, അവനയാളെ കൊല്ലാതിരുന്നാ മതിയായിരുന്നു. ഈ കരച്ചിൽ കിട്ട് ആരെങ്കിലും ഇങ്ങോട്ട് ഓടി വരുമോ? ഓ, ഇത്ര നേരം വേണോ ഈ പാവത്തിനൊന്ന് ഒതുക്കാൻ? എന്തായി? എന്തായി?
എന്റെ പപ്പീസേ, മാഷ് ഡാൻസ് മാത്രല്ല കാരാട്ടയും പഠിച്ചിട്ടുണ്ട് ട്ടാ. നല്ലതുപോലെ കിട്ടിക്കാണുമല്ലേ? ആവശ്യത്തിന് കിട്ടി. ടിപ്പു മാഷിനെ കീഴ്പ്പെടുത്താൻ പെട്ട പാട് എനിക്ക് അറിയാവൂ. എന്താ അടുത്ത പരിപാടി? ദേ, ഈ വേഷം ഒന്ന് സെറ്റപ്പ് ആക്കി അങ്ങോട്ട് ഇട്ട്. ഈശ്വരാ. ആരാ ഇത്? ടിപ്പു മാഷ്, ടിപ്പു മാഷ് തന്നെ. കളിയാക്കല്ലേ? സത്യം ഇത് തന്നെ, ഇതേ വേഷം. വിശ്വസിക്കാൻ കഴിയുന്നില്ല ട്ടാ. അടി കിട്ടുമ്പോഴേ വിശ്വസിക്കാം. ഒന്ന് മിണ്ടാതിരി അടിയുള്ളത് പപ്പീസേ. എനിക്കാ. വായു, നമുക്ക് പോവാം. ഡാൻസ് പഠിക്കാൻ പിള്ളേര് കാത്തിരിക്കല്ലേ ടിപ്പു മാഷിനെ. ആ, അമ്മടെ ആയിക്കോട്ടെ. കൊള്ളാം. പരിചയപ്പെട്ടതിൽ സന്തോഷം. ഓ. അപ്പൊ മാഷുടെ താമസമൊക്കെ? ഞാൻ ഈ ഗംഭീറിന്റെ കൂടെ താമസിക്കും. അല്ല, ഗംഭീറിന് എങ്ങനെയാ പരിചയം? അത് പിന്നെ എന്റെ ക്ലാസ്മേറ്റ്. കുട്ടികള് വളരെ ദൂരം നടന്ന് പഠിച്ച് ക്ഷീണിച്ചു. ഓ, അതുകൊണ്ടാ ഇങ്ങനെ ഒരു ആലോചന നടത്തിയത്. 100% ഞാൻ റെഡിയാക്കും. കുപ്പിച്ചുടി, കുപ്പിച്ചുടി, കുച്ചിപ്പുടി, ഭരതനാട്യം, മോഹിനിയാട്ടം എനിക്ക് ഗ്രഹസ്ഥമാ. ഞാൻ ആശാനെ വിളിച്ച് പറഞ്ഞപ്പോ ഇത്ര പ്രാഗൽഭ്യമുള്ള ആളാണ് വരുന്നതെന്ന് അറിഞ്ഞില്ല കേട്ടോ. എന്താ മോട്ടു, എന്താ അത്ര ധൃതി? നമ്മുടെ പപ്പീസ്. ഇത് കണ്ടോ, നമ്മുടെ ഡാൻസ് മാഷ്, നമ്മുടെ പപ്പീസിന്റെ അതേ പകർപ്പ്. ചിലപ്പോ നിങ്ങള് ഈ മാഷെ കണ്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും. അല്ല സാറേ, പപ്പീസിനെ ആരോ പഴയ ബംഗ്ലാവിൽ കെട്ടിയിട്ടിരിക്കുന്നു. എന്തായി പറയുന്നത്? ആര് കെട്ടിയിടാൻ? നിങ്ങൾക്ക് തോന്നിയതായിരിക്കും. അല്ല സാറേ, അതുവഴി പോയപ്പോ ആരോ കരച്ചില് കേട്ട് ചെന്ന് നോക്കിയപ്പോ കാലും കൈയും കെട്ടിയിട്ട നിലയില് പപ്പീസ്. ഈശ്വര, എന്താ സംഭവിച്ചത്? മാഷേ, എന്തായി കാണിക്കുന്നു? ഞാനേ മാഷു അല്ല കീഷു അല്ല. ഗംഭീറെ, ജീവൻ വേണമെങ്കിൽ ഓടിക്കോ, ഓടിക്കോ ഗംഭീറെ. ഞാനും വരുന്നുണ്ട് ട്ടാ. അങ്ങനെ എന്ത് മുറുകനെയാ കെട്ടിയിട്ടുള്ളത്? കൈ വല്ല കെട്ടുണ്ടല്ലേ? പേടിക്കണ്ട സാറേ. എന്താ എന്താ കോവർ ചേട്ടാ സംഭവിച്ചത്? ഇത് ഡാൻസ് മാസ്റ്റർ ടിപ്പുവാ സാറേ. ഗംഭീർ ഇയാൾ എന്തിനാണെന്ന് അറിയില്ല, ഇവിടെ കെട്ടിയിട്ടു. അതെ, വായല തുണി തിരികെ. ടിപ്പു മാഷല്ലേ? സാറേ, ഞാൻ വരുന്ന വഴിക്ക് സാറിന്റെ വീടൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഗംഭീർ സ്വയം പരിചയപ്പെടുത്തി എന്നെ കൂട്ടിക്കുട്ടി ഇവിടുന്ന് കെട്ടിയിട്ട് എന്റെ എല്ലാം കവർന്നെടുത്തുകൊണ്ട് അവൻ ഓടിക്കളഞ്ഞു സാറേ. ഓ, എന്നെ തല്ലി ചതച്ചു. മാഷേ, കളവായിരുന്നില്ല അവരുടെ ലക്ഷ്യം. ഡാൻസ് മാഷായി ചമഞ്ഞ് പണം തട്ടി കാലാകാലം ജീവിക്കുക എന്നതായിരുന്നു. ആ, ഏതായാലും കോവർ ചേട്ടൻ കണ്ടത് നന്നായി. അല്ലെങ്കിൽ അവൻ മാഷിനെ. ഈ ഭാഷയും ഞാനും ഒരുമിച്ച് അക്കാദമിയിൽ വർക്ക് ചെയ്തിട്ടുള്ളതാ. സാറിന്റെ കുട്ടികൾക്ക് ഇത്രയും നല്ല മാഷിനെ കിട്ടിയതിൽ ദൈവത്തിന് നന്ദി പറയണം. അതെ, ദൈവം അയക്കുന്ന ദൂതന്മാർ ഏത് പ്രതിസന്ധിയും തരണം ചെയ്ത് നമ്മുടെ അടുത്തെത്തും. ആര് തടഞ്ഞാലും. ഓ, എന്നെ ദൈവം കാത്തു. ജീവിതയാത്രയിൽ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത് ചൂണ്ടുപലകൾ കാണിക്കുന്ന സന്ദേശങ്ങളിലൂടെയാണ്. അത്തരം സന്ദേശങ്ങളുമായി ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ഓക്കെ ടിങ്കു, ടിങ്കു എന്തിനെന്ന് രാവിലെ കരയുന്ന കേട്ടല്ലോ? ഞാൻ അതെ, എന്തിനായിരുന്നു കരഞ്ഞത്? അതന്നെ ഡാഡി വഴക്ക് പറഞ്ഞിട്ട്.
ഓ അത് ശരി, ഡാഡി വഴക്ക് പറഞ്ഞിട്ടാണോ? അതെ അങ്കിൾ. ഓ, എന്തിനാണ് ഡാഡി വഴക്ക് പറഞ്ഞത്? ഡാഡിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്തോണ്ട്. ഓ, ഡാഡിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടാ അല്ലേ? അങ്കിൾ, ഏ, എനിക്ക് എൻ്റെ വീട്ടിൽ വേണ്ട. അയ്യോ, അങ്ങനെ പറയാൻ പറ്റത്തില്ല. നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഡാഡിയെയും മമ്മിയെയും നമുക്ക് വിലയ്ക്ക് വാങ്ങാൻ പറ്റുമോ? ഇല്ല അങ്കിൾ. പറ്റുമോ? ഇല്ല. ഓക്കെ, പിന്നെ നമ്മുടെ സഹോദരന്മാരെ നമുക്ക് വിലയ്ക്ക് വാങ്ങാൻ പറ്റുമോ? ഇല്ല. അതെല്ലാം ദൈവം നമുക്ക് ദാനമായി നൽകിയതാണ്. ഈ ലോകത്തിൽ ഏറ്റവും സന്തോഷമുള്ള സ്ഥലം ഏതാണെന്ന് അറിയാമോ? ഏതാ അങ്കിൾ? ചിലർ പറയുന്നത് ഒരുപാട് പണം കിട്ടിയാൽ സന്തോഷമാകും, ഒരുപാട് ജോലി കിട്ടിയാൽ. പക്ഷേ ഏറ്റവും സന്തോഷമുള്ള സ്ഥലം നമ്മുടെ കുടുംബമാണ്. ആണോ അങ്കിൾ? ഈ കുടുംബം ആരാ ഉണ്ടാക്കിയെന്നറിയാമോ? ആരാ അങ്കിൾ? ദൈവമാണ്. എന്താ കാരണം എന്നറിയാമോ? മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല എന്ന് ദൈവം കണ്ടു. തനിയെ നമ്മൾ മാത്രം ഒരു വീട്ടിൽ താമസിക്കുക, അത് നല്ലൊരു കാര്യമാണോ? അല്ല അങ്കിൾ. അവിടെ സന്തോഷം കണ്ടെത്താൻ പറ്റുമോ? ഇല്ല. കളിക്കാൻ ആരെങ്കിലും ഉണ്ടാവുമോ? ഇല്ല. അപ്പം നമുക്ക് കൂട്ടായി പലരാവശ്യമുണ്ട് അല്ലേ? നമ്മുടെ അച്ഛനുണ്ടാകണം, അമ്മയുണ്ടാകണം, നമ്മുടെ സഹോദരന്മാരുണ്ടാകണം, സഹോദരിമാരുണ്ടാകണം, അപ്പച്ചന്മാരുണ്ടാകണം, അമ്മച്ചിമാരുണ്ടാകണം. അങ്ങനെ എല്ലാവരും കൂടുമ്പോഴാണ് നമ്മുടെ കുടുംബം വളരെ സന്തോഷമായിട്ട് മാറുക. ആണോ അങ്കിൾ? അതെ. അപ്പം ദൈവത്തിൻ്റെ ഒരു പ്ലാനാണ് കുടുംബം ഉണ്ടാകുക, കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ച് സന്തോഷിക്കുക എന്ന് പറയുന്നത്. എങ്ങനെ അങ്കിൾ കുടുംബത്തിൽ ഞാൻ നന്നായിരിക്കുക? കുടുംബത്തിൽ നീ നന്നായിരിക്കുന്നത് എങ്ങനെയാണെന്നോ? അതെ അങ്കിൾ. കുടുംബം ഏറ്റവും നന്നായിട്ട് പോകണമെങ്കിൽ കുടുംബം ദൈവഭയമുള്ള കുടുംബമായിട്ട് മാറണം. കുട്ടികൾ പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറണം, ദൈവവചനം വായിക്കുന്നവരായിട്ട് മാറണം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി കരുതുകയും ചെയ്യുന്നവരായിട്ട് മാറണം. അങ്ങനെ കുടുംബത്തിൽ ദൈവഭയവും ദൈവഭക്തിയുമുള്ള കുടുംബങ്ങൾ മാത്രമേ വിജയത്തിലേക്ക് എത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആണോ അങ്കിൾ? പിന്നെ എന്താ വേണ്ടത്? പിന്നെ വേണ്ടത് കുടുംബം അത് സത്യമുള്ളതായിരിക്കണം. സത്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? എനിക്ക് അറിയത്തില്ല അങ്കിൾ. സത്യം അത് നമ്മുടെ ഒരു സ്വഭാവമാണ്. നല്ല സ്വഭാവമുള്ള കുടുംബം നമ്മുടെ കുടുംബം വിജയത്തിലേക്ക് കൊണ്ടുപോകും. നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട് ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരോപകാരം, ഇന്ദ്രിയജയം, അങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ നമ്മുടെ കുടുംബം സന്തോഷമായിട്ട് മുമ്പോട്ട് പോകും. പിന്നെ എന്താണ് വേണ്ടത്? പിന്നെ വേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നാം അന്യോന്യം സ്നേഹിക്കണം. നമ്മുടെ സഹോദരന്മാരെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ വല്യപ്പച്ചന്മാരെ, വല്യമ്മച്ചിമാരെ നാം സ്നേഹിക്കുന്നവരായിട്ട് മാറണം. എങ്ങനെ സ്നേഹിക്കണമെന്നും ബൈബിൾ പറയുന്നുണ്ട്. ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ദൈവം നിബന്ധനകളില്ലാതെയാണ് നമ്മെ സ്നേഹിച്ചത്. അതുകൊണ്ട് നാമും നമ്മുടെ കുടുംബത്തിൽ നാം അന്യോന്യം സ്നേഹിക്കുന്നവരായിട്ട് മാറണം. ഓക്കേ അങ്കിൾ. പിന്നീട് അവസാനമായിട്ട് പറയുന്നുണ്ട് നാം ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കണം, ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കണം. അങ്ങനെ കേൾക്കുമ്പോൾ മാത്രമേ, അനുസരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ കുടുംബം സന്തോഷമുള്ളതായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുടുംബത്തിൽ വിട്ടു പോകാനായിട്ട് നാം ഒരിക്കലും ആഗ്രഹിക്കുകയില്ല. എനിക്ക് അങ്ങനെ ആവണം അങ്കിൾ. എൻ്റെ കുടുംബത്തെ എനിക്ക് ഇഷ്ടപ്പെടണം. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പം മാതാപിതാക്കളും ജ്യേഷ്ഠാനിയന്മാരും ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഉള്ള വീട് വളരെ സന്തോഷമുള്ളതായി മാറണമെങ്കിൽ ദൈവഭക്തിയോടെ സത്യത്തിൽ നടന്ന് അന്യോന്യം സ്നേഹിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നല്ല മാതൃകയോടെ ജീവിക്കുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. താങ്ക് യു അങ്കിൾ. ടാറ്റാ. ഓക്കേ. നിങ്ങൾക്കും സന്ദേശങ്ങൾ അയക്കാം, സ്നേഹം പങ്കുവയ്ക്കാം. നിങ്ങളുടെ സ്നേഹ സന്ദേശങ്ങൾ അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം ദ പ്രൊഡ്യൂസർ ജീസസ് കിഡ്സ് ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. പ്രാർത്ഥനയ്ക്കും പഠനത്തിനും പിരിയുന്ന സമയം. അടുത്തയാഴ്ച കാണുന്നതുവരെ ബൈ.